ബാറിന്റെ ഉദ്ഘാടനത്തിന് രേണുസുതി പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നു, അതേസമയം ഫേമസ് ആയിട്ടുള്ള ഒരു നടി പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതെന്താ അതെന്താ അത്? അതാണ് പറഞ്ഞത്, അത് നമ്മുടെ പൊതുബോധമാണ്. അതായത് അവർക്കാണെങ്കിൽ ഇത് എന്ത്, ഇപ്പൊ നയൻതാര എവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും പറയുമോ? ഹണി റോസ് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ആളുകൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവര് ഉദ്ഘാടനം ഇനി അപ്പൊ വേറെ ചില ആളുകൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളാണ്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടാവൂലേ? അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ അവര് തന്നെ സെലിബ്രിറ്റികളാണെന്ന് വിചാരിച്ചു ഒരു ട്രാപ്പിലേക്കാണ് വീടുവാണ്. പ്രത്യേകിച്ചും ഈ ബിഗ് ബോസിലൊക്കെ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു യാതൊരുവിധ കഴിവില്ല. അതിൽ മോഹൻലാൽ ഒഴികെ ബാക്കി ആർക്കും ജയിക്കാൻ. മോഹൻലാൽ ശരിയാണ്, അദ്ദേഹം അസാമാന്യനായിട്ടുള്ള നടനാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ കോപ്രാച്ചയൊക്കെ കാണിച്ച് കുറച്ച് കാശുണ്ടാക്കി പോയാലും അപ്പുറത്ത് പോയിട്ട് സുഖമായിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാം? അവരൊന്നും വീഴൂല. ഇപ്പൊ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം നടത്തി അമിതാഭ് ബച്ചൻ കുത്തുവാളായി പോയതാണ്, കമലഹാസൻ കുത്തുവാളായി പോയതാണ്. പക്ഷെ പ്രശ്നം അവര് വീഴൂല. കാരണം അവരുടെ കയ്യിൽ ഒരു ടാലന്റ് ഉണ്ട്, ഒരു മിടുക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇവരെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പൊ ശ്രുതിയോടുള്ളൊരു വികാരം, അത്തരത്തിലുള്ള വികാരങ്ങളെ എന്ത് ചെയ്യാനായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കണം.